ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയേജ്. നമ്മുടെ എന്നുള്ളത് 2025 ഹോണ്ടേൻ്റെ HRV ആണ്. HRV എന്ന് പറയുന്നത് CRV, അതായത് ഒരു റാഫോറിനൊക്കെ ഒരു കോമ്പറ്റേറ്ററിൻ്റെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ്. നമുക്കിതിൻ്റെ ഒരു ഡയറക്റ്റ് കോമ്പറ്റേറ്ററൊക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ കൊറോളേൻ്റെ ക്രോസും പിന്നെ മസ്ദേൻ്റെ ഒക്കെ വണ്ടികളാണ് ഇതിനൊരു കോമ്പറ്റീഷനായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു നീട്ടുന്നില്ല, നമ്മൾ വണ്ടീൻ്റെ നമുക്ക് ആ ഒരു ഡിസൈൻ എക്കണോമിക്സിലേക്ക് നമുക്ക് പോവാം. വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് ഒരു 3D സ്റ്റാറ്റ്സ് ഉള്ള LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. അതിൽ ഡേ ടൈം റണ്ണിങ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ വണ്ടി ഓൺ ആണ്, അതുകൊണ്ടാണ് ആ ലൈറ്റ് ഓണായി കിടക്കുന്നത് കാണുന്നത്. ഇവിടെ ഡേ ടൈം റണ്ണിങ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ ഈ ഗ്രിൽസ് ഒക്കെ ആണെങ്കിലും പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രിൽസ് ആണ് വരുന്നത്. താഴോട്ട് വരുമ്പോഴും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ലിപ്പ് കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു വണ്ടീൻ്റെ ഇതിൻ്റെ ഒരു കളറാണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്പേസ് ഗ്രേന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കളറാണിത്. ഇതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അതാണ് ഈ വണ്ടിയിൽ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ തോന്നിയത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു നമുക്ക് ഈ വണ്ടീൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ. HRV നമുക്ക് ഇന്ന് നമ്മുടെ നിന്നുള്ളത് EX മോഡലാണ്. ഇതിന് ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ആവും. ബട്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ഉള്ളത് നമ്മുടെ EX ആണ്. പിന്നെ നമുക്ക് ഇതിനെ ഇവിടേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്കിവിടെ അഡാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലൈൻ കീപ്പ് അസിസ്റ്റ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ടയേഴ്സ് വരുന്നത് 215, 60, R17. ഒരു 17 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. അലോയ്സും ആണ് വരുന്നത്. അതുപോലെ അതിനകത്ത് ഒരു ഗ്ലോസി, അതുപോലെ എന്താ പറയുക, ഒരു അലുമിനിയം ഫിനിഷൊക്കെ ഉള്ളൊരു അലോയ്സ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ ടയേഴ്സ് വരുന്നത് മിഷലീൻ്റെ ടയേഴ്സാണ്. മേളിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്ലാഡിംഗ് ഒക്കെ ആണെങ്കിലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമ്മുടെ വണ്ടീൻ്റെ ത്രൂ ഔട്ട് ഇത് ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത് കാണാം. നമുക്ക് ആ താഴെക്കൂടെ ഇതിങ്ങനെ റാപ്പ് ചെയ്യുന്ന പോലെ ഈ ഒരു വണ്ടീനെ ഫുള്ള് റാപ്പ് ചെയ്യുന്ന ഒരു ഫിനിഷിലാണ് അത് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ സൈഡ് മിറേഴ്സ് വരുമ്പോഴത്തേനും ബോഡി കളറും പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ബ്ലാക്ക് ഫിനിഷും കൂടെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് കമ്പനി കൊടുത്തേക്കുന്നത്. റിക്വസ്റ്റ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രാബ് ഹാൻഡിൽസ് ആണെങ്കിലും ബോഡി കളേർഡ് ആണ് വരുന്നത്. ഇതിൻ്റെ ഡോറിലൊക്കെ ആണെങ്കിലും ഇവിടെ ഒരു ഷാർപ്പായിട്ടൊരു ലൈൻ വരുന്നുണ്ട്. അതുപോലെ മേളിലൊക്കെ ആണെങ്കിലും ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ലൈൻസ് വരുന്നുണ്ട്. അതല്ലാണ്ട് സൈഡിൽ നിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് കൂടുതൽ വലിയ ഒരു എന്താ പറയുക, ലൈൻസോ ക്രീസുകളോ ഒന്നും ഇല്ലാത്തൊരു വളരെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് ശരിക്കും എന്താ പറയുക, പുറത്തുനിന്നൊക്കെ ആണെങ്കിലും കാണുമ്പോൾ തോന്നും ഒരു കുഞ്ഞൻ SUV, എന്നാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ടായിട്ട് തോന്നുന്ന ഒരു SUV. ആ ഒരു കാറ്റഗറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മിനി കൂപ്പറൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഒക്കെ ഒരു കണക്ഷൻ എനിക്ക് എവിടെയൊക്കെയോ തോന്നി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി എന്തായാലും ബാക്കിലേക്ക് വരാം. നമ്മൾ വണ്ടീൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടി ഒരു ക്ലിയർ ഫിനിഷോടുകൂടിയുള്ളൊരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. അതിനകത്ത് ഇവിടെ ബ്രേക്ക് ലൈറ്റ്സ് ഇവിടെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് നല്ലൊരു വൃത്തിയായിട്ട് നല്ല ക്ലിയർ ഫിനിഷ് ആണെങ്കിൽ പോലും അത് നന്നായിട്ട് ഒരു വണ്ടിയായിട്ട് നന്നായിട്ട് മെർജായി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കളറും കൂടി ആയതുകൊണ്ട് നന്നായിട്ട് സിങ്ക് ആയി പോകുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വൈപ്പേഴ്സ് വരുന്നുണ്ട്. ഹോണ്ടേൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഓൾ വീൽ ഡ്രൈവ് ആണ് വണ്ടി. അതിൻ്റെ ഒരു കുഞ്ഞൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. അതല്ലാണ്ട് ഇവിടെ HRVൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെയുണ്ട്. ബാക്കിൽ സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ 2 റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. നമുക്കിനി എന്തായാലും ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് മാനുവലി ഓപ്പൺ ചെയ്യുന്ന ബൂട്ടാണ് നമുക്ക് ഇനി വരുന്നത്. അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു പോർഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നമുക്കൊരു 3-4 എന്താ പറയുക, ഒരു ബാഗൊക്കെ ആണെങ്കിലും സുഖമായിട്ട് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു ഓർഗനൈസർ പോലത്തെ ഒരു സ്പേസ് വരുന്നുണ്ട്. അതല്ലാണ്ട് നമുക്കിത് പൊക്കി കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ വീൽസ് വരുന്നുണ്ട്. സ്റ്റെപ്നി വീൽസ് വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് തിരിച്ചു വെച്ച് കഴിഞ്ഞ് നമുക്കിത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരുന്നോളും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ടും അപ്പർ സൈഡിലായിട്ടും നമുക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്. LED ലൈറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു പവർ സോക്കറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു 4 സ്ഥലത്തും നമുക്കിപ്പോൾ ചെറിയ നെറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഹുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോവാതെ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റുന്നൊരു ചെറിയൊരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ബാക്കിലൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച്
എന്താ പറയുക കൂടുതൽ ഗിമ്മിക്സുകളോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ബാക്കിലെ വിശേഷം. എന്താ പറയുക, നമുക്കിതൊരു, ഞാൻ ഈ വണ്ടി നേരത്തെ പറഞ്ഞപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു സാധനമുണ്ട്, ഇതൊരു HRV എന്ന് പറയുന്നത് CRVൻ്റെ തൊട്ട് താഴെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. എന്നാൽ സെഡാൻ, ഇപ്പോൾ നിങ്ങൾക്ക് സിവിക്ക് വേണ്ട എന്നുള്ളൊരു ആളാണെങ്കിൽ അതും നിങ്ങൾക്ക് സെഡാൻ ആയതുകൊണ്ട് സിവിക്ക് വേണ്ട, നിങ്ങൾക്ക് ഒരു SUV വേണം, പക്ഷേ CRVൻ്റെ അത്രയും പൈസ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ദിസ് ഈസ് ദ പെർഫെക്റ്റ് വെഹിക്കിൾ ഫോർ യു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഹോണ്ടൻ്റെ റിലയബിലിറ്റി ഉണ്ട്, നമുക്ക് 2 ലിറ്ററിൻ്റെ എഞ്ചിനാണ് വരുന്നത്, നമുക്ക് ഈ സിവിക്കിലൊക്കെ കാണുന്ന അതേ എഞ്ചിനാണ് വരുന്നത്, റിലയബിൾ ആണ്. പിന്നെ ഓൾ വീൽ ഡ്രൈവ് ആണ്, സ്നോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സുഖമായിട്ട് നിങ്ങൾക്ക് എവിടെ വേണേലും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ ആ CRV ആയിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞൻ വണ്ടി എന്ന് പറയുന്നതാണ്. ഇഷ്ടംപോലെ സ്ഥലമൊക്കെ തന്നെ അകത്തുണ്ട്, നമുക്ക് അകത്തോട്ട് പോയിട്ട് അകത്തെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു എൻജിൻ ബേ വരുന്നത്, നല്ല നീറ്റ് ആയിട്ടുള്ളൊരു എൻജിൻ ബേ ആണ് ഇതിന് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ 2 ലിറ്റർ എൻജിൻ വരുന്നത്. അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല നീറ്റ്ലി തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം. അകത്തോട്ട് വരുമ്പോഴും നമ്മൾ സാധാ ഹോണ്ടകളിലൊക്കെ കാണുന്ന പോലെ പ്രീമിയം ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് എന്താ പറയുക, ഇരിക്കുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി നമ്മൾ കംഫർട്ടബിൾ ആകുന്നുണ്ട്. നമുക്ക് മാനുവലി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് വരുന്നത്. നമ്മൾ മേളിൽ ടോപ്പ് എൻഡ് മോഡലിലേക്കൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് ഇതൊരു ഫുള്ളി ഇലക്ട്രിക് ആയിട്ടുള്ള സീറ്റ്സ് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇതിന് ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. പാസഞ്ചർ സൈഡ് ആണെങ്കിലും ഡ്രൈവർ സൈഡ് ആണെങ്കിലും ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്, ഹീറ്റഡ് സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ വേണോ ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റ്സ് ആണെങ്കിൽ പോലും ലെതർ സീറ്റ്സ് ആണ് ഇതിന് വരുന്നത്, ലെതർ സീറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഇനി പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കൺട്രോൾസ് നമുക്ക് കാണാൻ പറ്റും, ലോക്ക് അൺലോക്ക് കാണാൻ പറ്റും. അതുപോലെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺസ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ 2 ഗ്ലാസും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാം, 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ടൊയോട്ടയിലൊക്കെ കണ്ട അതേ ഒരു ഫീച്ചർ നമുക്ക് ഇതിനകത്തും വരുന്നുണ്ട്. നമ്മുടെ വൈപ്പേഴ്സൊക്കെ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ താഴോട്ട് വരുമ്പോഴത്തേനും ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് എൻജിൻ ബേ ഒക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു പുൾ ബാർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീല്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സൈഡിൽ വോളിയം കൺട്രോളും അതിൻ്റെ ബാക്കി കൺട്രോളുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഏതൊരു ടൊയോട്ടയിലും അല്ലെങ്കിൽ ഹോണ്ടയിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ക്രൂയിസ് കൺട്രോളും അതിൻ്റെ ഇപ്പോൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലൈൻ കീപ്പ് അസിസ്റ്റ് കാര്യങ്ങളുടെയൊക്കെ സ്വിച്ച് ബട്ടൺസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹീറ്റർ സ്റ്റിയറിംഗ് വീലിൻ്റെ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ഇത് നമുക്ക് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു ചെറിയൊരു പിയാനോ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ളൊരു ടച്ചൊക്കെ കൊടുത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും കാണാൻ പറ്റും. നമുക്കിവിടെ ടാക്കോമീറ്റർ വരുന്നത് ഡിജിറ്റലും അതുപോലെ സ്പീഡോമീറ്റർ നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നത് അനലോഗുമാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കിതാ ഈ ഒരു ഹോമിൻ്റെ ഈ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് നമുക്കിവിടെ ഇതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ്സും ബാക്കി കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഇൻഫോർമേഷനൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും പിന്നെ നമുക്കിവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ആണെങ്കിലും നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഫോണൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഹോണ്ടയിലെ ലിങ്ക് നമ്മൾ ആ ഫോണിലെ ആപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ റിമോട്ടായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കിപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ വരുന്നുണ്ട്, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ ഡിസ്പ്ലേൻ്റെ ഇപ്പോൾ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അത് വരുന്നുണ്ട്. അതല്ലാണ്ട് വെഹിക്കിൾ സെറ്റിങ്സിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ അതിനകത്ത് ലൈറ്റിൻ്റെയും ഡോറിൻ്റെയും അതുപോലെ ഈ കീലെസ് എൻട്രീൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ സ്ക്രീനിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. റൊട്ടേറ്റിംഗ് നോബ് വരുന്നുണ്ട് നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഹസാർഡിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ ബ്ലോയർ
നമ്മുടെ AC-ൻ്റെ ബ്ലോവറിൻ്റെ കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മൾ സാധാരണ നമ്മുടെ ഹോണ്ടകളിലൊക്കെ കാണുന്ന അതേ ഒരു സെറ്റപ്പിലുള്ള ഒരു ഡിസൈൻ തീമാണ് ഇതിനകത്തും വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും ഹീറ്റഡ് സീറ്റ്സിൻ്റെ 2 സൈഡിലും വരുന്നുണ്ട് അതിൻ്റെ കൺട്രോൾസ്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് AC-ൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഫാൻ സ്പീഡ് ഓഫ് ആക്കാനും ഓൺ ആക്കാനും ഉള്ള എന്താ പറയുക അതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ആ AC-ൻ്റെ എന്തൊക്കെയാണോ ഫീച്ചേഴ്സ് ആ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഫാൻ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് ചെറിയൊരു ഡിസ്പ്ലേൻ്റെ അകത്തൊക്കെ അത് കൊടുത്തേക്കുന്നതൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് വരുന്നതിന് മുമ്പ് ഇതാണ് ഇതിൻ്റെ ഒരു കീ വരുന്നത്. നമ്മൾ സാധാരണ ഹോണ്ടകൾ കണ്ടുവരുന്ന അതേ ഒരു കീ ആണ് വരുന്നത്. ലോക്ക് അൺലോക്ക്, അതുപോലെ റിമോട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ കീ. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഇൻഡക്ഷൻ ചാർജിങ്ങിൻ്റെ ഒരു സ്പേസ് വരുന്നുണ്ട്. അതിനകത്ത് ഇവിടെ ഇപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് USB Type A ഒരു പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഗിയർ ലിവർ വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഗിയർ ലിവർ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു കൺസോളൊക്കെ ആണെങ്കിൽ നല്ല നീറ്റ്ലി തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കോക്പിറ്റിൻ്റെ ഒക്കെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ എക്കണോമിക്സ് പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. 3 ഡ്രൈവ് മോഡ്സ് ആണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. നോർമൽ, അതുപോലെ ഈക്കോ, അല്ലെ സ്നോ, ഇങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ ഹിൻ ഡിസൈൻ കൺട്രോളിൻ്റെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് USB Type C-ൻ്റെ ഒരു പോർട്ട് ഇവിടെ വരുന്നുണ്ട്. അത് തന്നെയായിട്ട് നമ്മുടെ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് USB Type C-ൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിലൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഫോണൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റിലേക്ക് വരുമ്പോഴത്തേനും ഡീസൻറ്റ് സ്പേസ് വരുന്ന ഒരു ആംബ്രസ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതാണെങ്കിൽ ഈ ആംബ്രസ്റ്റൊക്കെ ആണെങ്കിൽ ലെതർ റാപ്ഡ് ആണ്. നമുക്ക് ഈ ഒരു കൈ ടച്ച് ആൻഡ് ഫിനിഷ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി പാസഞ്ചർ സൈഡിലേക്ക് പോകാം. പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്ക് ഈ ഒരു ഗ്ലോ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. പാസഞ്ചർ സൈഡ് ഡോറിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വിൻഡോ റോൾ ചെയ്യാനുള്ള അതുപോലെ ലോക്ക് അൺലോക്ക് ബട്ടൺ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ളൊരു ഡിസൈൻ ട്രീറ്റ്മെൻ്റ് ആണ് ഇതിനും കൊടുത്തേക്കുന്നത്. നമുക്ക് താഴെയായിട്ട് സ്പീക്കർ യൂണിറ്റ് കാണാം. അതുപോലെ ഒരു ബോട്ടിൽ ഹോൾഡേഴ്സൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 1.5 ലിറ്റർ 1 ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിലൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ വണ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ പാക്ഡ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ഇപ്പോൾ CR-V ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിക്ക് വേണ്ടാത്ത ഒരാളാണ് SUV നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്കിനി മേളിലേക്ക് വരുമ്പോഴത്തേനും ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള മിറേഴ്സ് അല്ല വരുന്നത്. നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് വരുന്നുണ്ട്. മേളിലേക്ക് വരുമ്പോഴത്തേനും LED ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ സൺവൈസേഴ്സ് വരുന്നുണ്ട്. അതിന് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡാണെങ്കിലും നമുക്ക് സൺവൈസേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളും മിറേഴ്സും എല്ലാം അതിന് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് 2 സൈഡിൽ പിന്നെ മൈക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്, പാസഞ്ചർ സൈഡിൽ ഒരെണ്ണം വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല പാക്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഹോണ്ടേൻ്റെ റിലയബിലിറ്റി ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ടേൻ്റെ HR-Vൻ്റെ നമ്മൾ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീല്. നമുക്ക് ഇനി ബാക്കിൽ പോയിട്ട് ഇതിൻ്റെ സീറ്റിൻ്റെ എത്ര സ്പേസ് ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മുടെ ടൂൾസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. നല്ല സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത്. പിന്നെ ആംറസ്റ്റോ കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ട്യൂറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വിൻഡോ റോൾ ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. താഴെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഒരു 1.5 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു സ്പേസ് ആണത്. പിന്നെ നമുക്ക് ഇവിടെയായിട്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ നടുക്കോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഫോണോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ബാക്കിലേക്ക് AC-ൻ്റെ വെൻറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്, അതുകൊണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് പാസഞ്ചർ സൈഡിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫയർ ഹോൾഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സീറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീറ്റ്സ് വരുന്നത്. ലെതർ ഫിനിഷുള്ള സീറ്റ്സാണ്, സിന്തറ്റിക് ലെതർ വരുന്നതാണ്. നമുക്ക് അത്യാവശ്യം ടച്ച് ആൻഡ് ഫിനിഷൊക്കെ നല്ല ലെതറാണ്.
പിന്നെ നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ LED ലൈറ്റ്സ് വരുന്നുണ്ട്. ടച്ച് ആൻഡ് അസിസ്റ്റ് ഉള്ള LED ലൈറ്റ്സാണ് നമുക്ക് വരുന്നത്. ഇപ്പുറത്താണെങ്കിലും ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ കോട്ടൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്നൊരു ഹാങ്ങിങ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ ബാക്കിൽ നിന്ന് കിട്ടുന്നൊരു ഫീല്. നല്ലൊരു വണ്ടിയാണ്. നമ്മുടെ ടച്ച് ആൻഡ് ഫിനിഷും അതുപോലെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ പ്രിസിഷൻ ഹോണ്ട മിസിസാഗ നമുക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. നിങ്ങൾക്ക് യൂസ്ഡ് ആണെങ്കിലും പുതിയ വണ്ടികളാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടി ആണെങ്കിൽ നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. നമുക്കിവിടെ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ആരാണെങ്കിൽ പോലും നിങ്ങൾക്ക് വണ്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ മിസിസാഗ വരിക. അവിടെ നമ്മുടെ പ്രിസിഷൻ ഹോണ്ട, ഇത് പെർഫോമൻസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ് പ്രിസിഷൻ ഹോണ്ട. അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കുക. നിങ്ങളിവിടെ വന്ന് നിങ്ങൾ പ്രൈസ് കോട്ടൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന്. നിങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ബിയോണ്ട് ദ വോയേജിൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ നല്ലൊരു ഗിഫ്റ്റോ നിങ്ങൾക്കൊരു ക്യാഷ് ബാക്കോ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. 2 ലിറ്റർ എഞ്ചിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. CVT ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഞാൻ അത്യാവശ്യം ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു വണ്ടിയാണിത്. കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളായിട്ട് പറയുന്നതാണ്. നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഡ്രൈവിങ്ങിലേക്ക് പോവാം. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് വരാം. 2 ലിറ്ററാണ് എൻജിൻ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇതിന് പവർ വരുന്നുണ്ട്. നമുക്കൊരു ഫാമിലിയൊക്കെ യൂസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല എക്കണോമിക്കലായിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കിടുക്കൻ വണ്ടിയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പവർ നമുക്ക് വരുന്നുണ്ട്, നമുക്ക് ഫീൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് അണ്ടർ പവേർഡ് ആയിട്ടോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മൊത്തത്തിൽ ഈ വണ്ടീൻ്റെ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി നോക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കുക. നിങ്ങൾ നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ HRV ആണെങ്കിലും CRV ആണെങ്കിലും അല്ലെങ്കിൽ RAV4 ആണെങ്കിലും കൊറോള ക്രോസ് ആണെങ്കിലും ഏത് വണ്ടികളാണെങ്കിലും നിങ്ങൾക്ക് പുറത്തുനിന്ന് കോസ്മെറ്റിക് ആയിട്ടുള്ള അതിനോടുള്ളൊരു ഇഷ്ടം മാത്രമല്ല, നിങ്ങളല്ലാണ്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക. അതുപോലെ നിങ്ങൾ കുറച്ച് ഇപ്പോൾ എൻ്റെ മാത്രം അല്ല, നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുടെ ആണെങ്കിലും വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഒപ്പീനിയൻ എന്താണ് കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വണ്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിസിഷൻ ഹോണ്ട മിസിസാഗ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അത്രയ്ക്കത്തിലുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെയും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. താങ്ക് യു.